കേരളത്തിലാകമാനം പോളിംഗ് ശതമാനം നല്ല ശക്തമായ രീതിയിൽ ഉയർന്നു നിൽക്കുകയാണ്. ചടയമംഗലത്തും നല്ലൊരു തരംഗം ആഞ്ഞടിക്കുന്നതായിട്ട് ഞങ്ങളുടെ എല്ലാ ബൂത്ത് സന്ദർശനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കുകയാണ്. ഇവിടെ ഇപ്രാവശ്യം UDF ജയിക്കും എന്ന് വോട്ട് രേഖപ്പെടുത്തിയ ബഹുഭൂരിപക്ഷം ആളുകളും പറയുകയാണ്. അത് ബൂത്തുകളിൽ ചെന്നപ്പം നേരിട്ട് അനുഭവപ്പെട്ടതാണ്. വോട്ടർമാരുടെ ഒരു വല്ലാത്ത പ്രതികരണം, അവരുടെ അനുകൂലമായ ഒരു ശരീരഭാഷയും പ്രതികരണവും, അതുപോലെ അവർ രഹസ്യമായിട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ നൽകുന്ന സൂചനയും ചടയമംഗലത്ത് ഇക്കുറി UDF വിജയിക്കും എന്നുള്ളത് തന്നെയാണ് ഉള്ള ഒരു ട്രെൻഡായിട്ട് ഞാൻ കാണുന്നില്ല. കേരളത്തിലെമ്പാടും ഈ ട്രെൻഡ് രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ വിലയിരുത്തപ്പെട്ടതാണ്. ചടയമംഗലത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷം MLAയുടെ അസാന്നിധ്യം, ഒരു മന്ത്രിയായിട്ടും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്താനുള്ള അവസരങ്ങളുണ്ടായിട്ടും അറിയപ്പെടുന്ന, അടയാളപ്പെടുത്താൻ കഴിയുന്ന യാതൊരു വികസന പ്രവർത്തനങ്ങളും മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പറയാൻ കഴിയാത്ത കാര്യങ്ങളാണ് കൂടുതൽ. ഒന്ന്, ഈ താലൂക്കിൻ്റെ വിഷയം. ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ ഒരു താലൂക്ക് കൊണ്ടുവരാൻ സ്വന്തം പാർട്ടിയുടെ റവന്യൂ വകുപ്പുണ്ടായിട്ടും സാധിച്ചില്ല. അതുപോലെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രി എത്രയോ കാലങ്ങളായി കുത്തഴിഞ്ഞ ഒരു ആരോഗ്യ കേന്ദ്രമായി മാറി. പല രോഗികളും ചികിത്സ കിട്ടാതെ വലയുകയാണ്. അവരെല്ലാം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോ പോകുമ്പോൾ പാതി വഴിയെ മരണപ്പെട്ടു പോകുന്ന ഒട്ടേറെ സംഭവങ്ങളുണ്ടായി. അപകടങ്ങൾ ഉണ്ടായാൽ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് ആരും കൊണ്ടുവരാറേ. കൊണ്ടുവന്നാൽ ചിലപ്പോൾ ജീവൻ പോലും പോകും എന്ന ഭയമാണ് അങ്ങനെയുള്ള വലിയ പ്രതിസന്ധി ഘട്ടത്തിലുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒന്നും ചെയ്യാത്ത, 5 വർഷം സാന്നിധ്യം പോലും ശരിയായ രീതിയിൽ മണ്ഡലത്തിലില്ലാത്ത ഒരാൾ വീണ്ടും വോട്ട് ചോദിക്കുമ്പോൾ അതിൻ്റെ വൈരുദ്ധ്യത ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ UDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് മണ്ഡലത്തിൽ നല്ല ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. 5 വർഷക്കാലം ഞാൻ ഈ മണ്ഡലത്തിൽ MLA അല്ലാതിരുന്നിട്ടും വെറും ഒരു ജനതകൻ എന്ന നിലയിൽ 5 വർഷക്കാലവും എനിക്ക് നല്ല ഒരു ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ നിയോജക മണ്ഡലത്തിൽ ചിരപരിചിതമായ മുഖങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആത്മബന്ധമുള്ളത്. അത് ഇപ്രാവശ്യം വോട്ടായി മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് നല്ല ഒരു വിജയപ്രതീക്ഷയുണ്ട്. എത്ര ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു? ഭൂരിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എണ്ണാൻ അറിയില്ല, പക്ഷേ ഭൂരിപക്ഷം ഉണ്ടാവും. കഴിഞ്ഞ നിയമസഭയൊക്കെ ഇലക്ഷനേക്കാളുമുള്ള പോളിംഗ് ആണ് എല്ലാ ബൂത്തിലും നിന്നും നടക്കുന്നത്. അല്ല, അതൊരു UDF സൂചനയാണ്. അത് UDFന് എപ്പോഴും പോളിംഗ് കൂടുമ്പോൾ UDFനാണ് ഗുണം. കാരണം സാധാരണഗതിയിൽ UDFിൻ്റെ വോട്ടർമാരിലാണ് ഒരു മന്ദഗതി എപ്പോഴും വരും. LDF വോട്ടർമാർ എത്ര അവശ്യ നിലയിലായിരുന്നാലും വന്ന് വോട്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. UDF അങ്ങനെയല്ല. വോട്ടർമാരൊരു കേഡർ ക്യാരക്ടറാണ്. കുറച്ച് ആളുകൾ അത് UDFന് അനുകൂലമായി ചിന്തിക്കുന്ന ആളുകളാണെങ്കിലും വലിയ ചൂടോ മഴയോ അങ്ങനെയുള്ള കാലാവസ്ഥയൊക്കെ വരുമ്പോൾ വോട്ട് ചെയ്യാതിരിക്കാനൊരു മടി കാണിക്കുന്നത്. UDF തരംഗം കേരളത്തിലുണ്ടാവും. പ്രതിപക്ഷ നേതാവും UDF നേതാക്കന്മാരും ആവർത്തിച്ച് പറയുന്ന 100+ എന്നുള്ളത് ഉണ്ടാവും, ആവർത്തിക്കും. അത് എല്ലാവർക്കും ഇതാണ്. കൊല്ലം ജില്ലയിൽ തന്നെ UDF ഉറച്ച മണ്ഡലങ്ങളായിട്ട് 8 മണ്ഡലങ്ങൾ കൂട്ടിയിരിക്കുക. 3 മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൊരു ഒരു കൃത്യമായി കണക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ ഉള്ളത്. ബാക്കി 8 മണ്ഡലങ്ങൾ UDF ജയിക്കുന്ന ഒരു സാഹചര്യമാണ്. തിരുവനന്തപുരം ജില്ലയിലും ഏകദേശം നല്ല ഇതാണ്. ചടയമംഗലത്തിനോട് ചേർന്ന് കിടക്കുന്ന പാമനപുരം അടക്കം, ചടയമംഗലത്തോട് ചേർന്ന് കിടക്കുന്ന വർക്കല അടക്കം UDFന് നല്ല വിജയപ്രതീക്ഷയാണ്.